ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ABC സെറ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ABC ജ്യൂസിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അത് ഉണ്ടാക്കി കുടിക്കാനെല്ലാം ദിവസം ഉണ്ടാക്കി കുടിക്കാനെല്ലാം മടിയുള്ളവരായിരിക്കും. പക്ഷേ ഈ ഒരു സാധനം ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒട്ടും മടി കൂടാണ്ട് നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് കുടിക്കുന്നത് ഇത് നമുക്ക് ജസ്റ്റ് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. രാത്രി കിടക്കുന്നതിന് മുന്നേ ദിവസം ഇതിങ്ങനെ യൂസ് ചെയ്യാമെന്നാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ഇത് തയ്യാറാക്കാൻ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ചെറിയ ബീട്രൂട്ടാണ് കേട്ടോ. വലുതാണെങ്കിൽ പകുതി മാത്രം എടുത്താൽ മതി. തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതുപോലത്തെ ഗ്രേറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. കാരണം ഇതിൻ്റെ എക്സാക്റ്റ് നീര് നമുക്ക് കിട്ടണം. അതിൻ്റെ ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ ബീട്രൂട്ടിൻ്റെ, അതിനെ കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് എടുക്കണം. ഇതുപോലെ ഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ആ ഒരു ലിക്വിഡ് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ ഇനി നിങ്ങൾക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം ഇല്ലാണ്ട് അടിച്ചെടുത്ത് അരിപ്പയിൽ കൂടെ പിഴിഞ്ഞെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ചെറിയ ബീട്രൂട്ട് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് ക്യാരറ്റാണ്. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ജ്യൂസ് ഒന്ന് എടുത്ത് മാറ്റി വെക്കുക കേട്ടോ. നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്തെടുത്താലുള്ള ഒരു ഗുണം എന്തെന്നാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ ലിക്വിഡ് കംപ്ലീറ്റ് നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിക്കുന്നേരം ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതൊരു അരിപ്പയിൽ കൂടെ അരിച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റും ഒരു ചെറിയ ക്യാരറ്റ് മാത്രം മതി. അതായത് നമ്മൾ ബീട്രൂട്ട് എടുക്കുന്നതും ക്യാരറ്റ് എടുക്കുന്നത് ഏകദേശം ഒരേ അളവ് തന്നെ ആയിരിക്കണം. ക്യാരറ്റ് നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ തന്നെ ഗ്രേറ്ററിൽ ഒന്ന് ചെരുകിയെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതും നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുത്താലും മതി. ഇതുപോലത്തെ ഗ്രേറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കുറച്ച് പ്രോഡക്റ്റ്സ് ടാഗ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിൽ പോയിട്ട് നിങ്ങളെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ആവശ്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഞാൻ ക്യാരറ്റും ഫുള്ളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ആ ബീട്രൂട്ടിന് കണക്കായിട്ടുള്ള ക്യാരറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു ചെറിയ ക്യാരറ്റ് മതി. അതിനനുസരിച്ച് വലിയതാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ബീട്രൂട്ടിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച ആ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ അതിലേക്ക് തന്നെ ഈ ക്യാരറ്റിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും ആയി. പിന്നെ ABC എന്ന് പറയുന്നവരെ ആപ്പിളും കൂടി ഉണ്ട്. അപ്പോൾ ആപ്പിൾ ഇല്ലെങ്കിലും സാരമില്ല. പക്ഷേ ക്യാരറ്റും ബീട്രൂട്ടും ഒരുവിധം എല്ലാവരുടെ വീട്ടിലുണ്ടാവും. ആപ്പിൾ ഇല്ലാത്തവർ ആപ്പിൾ സ്കിപ്പ് ചെയ്യുക. ഇനി ആപ്പിൾ ഉണ്ട് എന്നുള്ളവർ നിങ്ങൾക്ക് ആപ്പിളിൻ്റെ ജ്യൂസും ഇതേപോലെ തന്നെ എടുത്ത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ക്യാരറ്റും ബീട്രൂട്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അലോവേര ജെൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പുറത്തുനിന്ന് വാങ്ങിയ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ അത് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിലുള്ള അലോവേര ജെല്ല് നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഷെൽഫ് ലൈഫ് ഉണ്ടാവില്ല. ഇത് നമുക്ക് ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ ആ ഒരു അലോവേര ജെല്ല് യൂസ് ചെയ്യാൻ പാടില്ല. പുറത്തുനിന്ന് വാങ്ങുന്നത് തന്നെ യൂസ് ചെയ്യുക. ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് ഗ്ലിസറിൻ ആണ് കേട്ടോ. ഇതെല്ലാം വളരെ ചീപ്പ് റേറ്റിന് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ വേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത്. വലിയ ക്യാപ്സ്യൂളാണെങ്കിൽ ഒറ്റ ഒന്ന് എടുത്താലെല്ലാം മതി കേട്ടോ. അപ്പോൾ ഇതൊന്നും നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞാൽ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്യുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ചെറിയ പൈസക്ക് നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ഗ്ലിസറിനും അതേപോലെ തന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും അലോവേര ജെല്ലും കൂടി ഇട്ടിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ അലോവേര ജെല്ല് ഈ വെള്ളത്തിലൊന്ന് നന്നായിട്ടൊന്ന് ഡിസോൾവ് ആയിട്ട് കിട്ടണം. അപ്പോൾ അലോവേര ജെല്ല് മാത്രമാണ് പിന്നെ ഇതിൽ മിക്സായി കിട്ടാൻ കുറച്ച് നേരം നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മളൊരു എയർ ടൈറ്റുള്ള ഒരു ബോട്ടിലാണ് സൂക്ഷിച്ച് വെക്കുക. നിങ്ങളുടെ അടുത്ത് ഒരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ സെറം ബോട്ടിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഒഴിച്ച് സൂക്ഷിച്ച് വെക്കുകയെന്നാണെങ്കിൽ നിങ്ങൾക്ക് നല്ല എന്താ പറയുക, അങ്ങനെയുള്ള സ്പ്രേ ബോട്ടിലാകുമ്പോൾ നിങ്ങൾക്ക് മുഖത്തേക്ക് അടിക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെയുള്ള ബോട്ടിൽ ഉണ്ടെങ്കിൽ, അതായത് എയർ ടൈറ്റുള്ളൊരു ബോട്ടിലുണ്ടെങ്കിൽ അതിൽ ഒഴിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. പിന്നെ പുറത്ത് തന്നെ ഒരു 2-3 ദിവസമെല്ലാം നിങ്ങൾക്ക് ഷെൽഫ് ലൈഫ് ഉണ്ടാകും ഫ്രിഡ്ജ് ഇല്ലാത്തവർക്ക്. അപ്പോൾ ഇത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലുള്ളൊരു ബോട്ടിലാണ് ഞാനിത് ഒഴിച്ച് വെച്ച് സൂക്ഷിക്കുന്നത്. ഇത് ഇതേപോലെ ഒന്ന് ഒഴിക്കുക. എന്നിട്ട് ദിവസവും നിങ്ങൾ യൂസ് ചെയ്യുന്നവർ ഇതൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഷെയ്ക്ക് ചെയ്തിട്ട് വേണം ഇത് യൂസ് ചെയ്യുക. ഇതിപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്യുക. നല്ലോണം ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അടപ്പ് ഉപയോഗിച്ച് അടച്ച്
നമുക്ക് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലുള്ള ബോട്ടിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. സെറം ബോട്ടിൽ, ടോണർ ബോട്ടിലെല്ലാം ഉണ്ടാവും. ഇത് രാത്രി കിടക്കുന്നതിന് മുന്നേ മുഖത്തേക്ക് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. പിറ്റേന്ന് രാവിലെ കഴുകി കളഞ്ഞാൽ മതി. ഇത് ബെഡിലാവുന്നുള്ള പേടിയൊന്നും വേണ്ട. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ അടിച്ചേരം കണ്ടില്ല, അത് കംപ്ലീറ്റ് എബ്സോർബ് ആയിട്ട് പോയിട്ടുണ്ട്. ഇത് ബാക്കി വരുന്നത് ഇതേപോലെ തന്നെ ഫ്രിഡ്ജിൽ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. എന്നും രാത്രി അപ്ലൈ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.